മലയാള സിനിമയിലെ സംഗീതത്തിലൂടെ സംസാരിക്കുന്ന ഒരാളാണ് ഇന്ന് സ്റ്റാർ ജാമിലെ എന്റെ കൂടെ. ഡാ തടിയ എന്ന് വിളിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പൊ എല്ലാവരും ഓർക്കുക. ആൻഡ് ഹി ഈസ് ഹായ്, ഞാൻ ബിജി ബാൽ. ഹായ് സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഡാ തടിയ അതെന്നെ ജീവിതത്തിൽ ആരും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2012 ലാസ്റ്റ് മന്തില് ബിജി ബാലാണ് റോക്ക് ചെയ്യുന്നത് ഡാ തടിയല്ല പാട്ടുകളിലൂടെ. സന്തോഷം എന്ന് പറയാം. കാരണം ഇതൊരു മുൻവിധി ഉണ്ടല്ലോ ആൾക്കാർക്ക് ഈ ആഷിഖിന്റെ പടം ചെയ്യുമ്പോൾ. കാരണം എല്ലാ പടവും നമ്മൾ ഒരേ എനർജിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് വരുമ്പോ എന്തുകൊണ്ടോ തന്നെ ഒരു കെമിസ്ട്രി വേറൊരു രീതിയിലാവുന്നു എന്നുള്ളതാണ്. ഡാ തടിയ ഒരു വൈറലായി തുടങ്ങി തോന്നുന്നുണ്ടോ? വൈറലായി തുടങ്ങി. അത് എന്താണ് റിലീസ് ചെയ്താതെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത അതേ ദിവസം 100,000-ലേറെ പേര് യൂട്യൂബിൽ കണ്ടു. ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ. ഒരുപാട് ഒരു കുറ്റം പറഞ്ഞു. പക്ഷെ കുറ്റം പറയാൻ ഒരു ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ കുറ്റം പറയാൻ തോന്നുന്നത്. എന്തൊക്കെ കുറ്റങ്ങളാണ് ഡാ തടിയൊക്കെ കേട്ടത്? ഈ ലിഫ്റ്റ് ചെയ്തു എന്നുള്ളൊരു പരാതി കേൾക്കാൻ ഇടയായി. എന്താണ് ലിഫ്റ്റ് ചെയ്തത്? ഇതെന്ന് വെച്ചാലേ ലിഫ്റ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്രൂ ഇപ്പോ ലോകത്തുണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ലിഫ്റ്റ് ചെയ്തപ്പോ അതിനൊരു യാദൃച്ഛികത തന്നെ. ഞാൻ അത് തള്ളിക്കളയുന്നില്ല. സൗണ്ട് ട്രിപ്പിങ്ങിന്റെ ഏരെ ഏരെ എന്ന് പറയുന്ന ഒരു പാട്ടുമായിട്ട് കമ്പാരിസൺ വന്നിരുന്നു. ആ പാട്ടിന്റെ ട്യൂൺ ഇങ്ങനെയാണോ? ട്യൂണല്ല, അതിനകത്തൊരു ഫ്രേസ് ഉണ്ട്. അത് സാധനം. അതിനകത്ത് ഒരു ഹാർമോണിയം ബിറ്റ് ഉണ്ട്. അങ്ങനൊരു ഹെമ്മിങ്. അതുമായിട്ട് സാദൃശ്യമുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കേക്കട്ടെ. ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് വളരെ ഡിസ്റ്റർബ്ഡ് ആയി. ഉറങ്ങാൻ കിടന്നപ്പോ ഞാൻ ആലോചിച്ചതാണ്, ഈ യാദൃശ്ചികതകൾ കുറെ ഉണ്ടാവുമല്ലോ. ലിഫ്റ്റ് ചെയ്യാതെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഏരയുടെ അതിന് മുമ്പും ആ ട്യൂൺ വന്നിട്ടുണ്ട്. സോൾജിയർ സോൾജിയർ മിട്ടി ബാപ്പേ. അപ്പൊ ഏരെ ഏരെ എന്നുള്ളത് സോൾജിയറിന്റെ ലിഫ്റ്റ് ആണ്. സ്വന്തം പാട്ടിന്റെ പിതാവിനെ തപ്പി നടക്കണം. അതെ, കണ്ടുപിടിച്ചോ? ഒരു സ്വരങ്ങളുടെ പ്രോബിലിറ്റിയാണ്. സസരി ഗരിറ്റി സാനി സസരി ഗരിറ്റി. ഞാൻ വായിച്ചത് സഗരി സഗരി എന്നാണ്. അപ്പൊ അത്രേ ഉള്ളൂ അതിനകത്തൊരു ഒരു സിമിലാരിറ്റി. അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഐ സേ ബട്ട് ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് അത്ര എനിക്ക് പറയാനുള്ളൂ. The music director, the man is on fire. ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാം ഇദ്ദേഹത്തിന്റെ കൂടെയാണ്. എന്താണ് ബൈ? ആൻഡ് ഒന്നുകൂടി എന്താണ്? സസഗരി സഗരി സസഗരി പാ മാ മാ സസഗരി. ഇതാണ് എന്റെ ലൂപ്പ്. എന്റെ കൂടെ ഡാ തടിയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഇന്ന് സ്റ്റാർ ജാമിൽ. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. താങ്ക് യു. ആൻഡ് ദാറ്റ്സ് ബിജി ബാൽ വിത്ത് us. സോ ആദ്യം എന്താണ് ബൈ? മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് കണ്ടപ്പോഴാണ് ഇതൊക്കെ എന്താണ് ബൈ ഇങ്ങനെ എന്ന് തോന്നിയിട്ടുള്ളത്? സിംഹാസനം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യാൻ വിളിച്ചിരുന്നു. ഒരു പാട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. അത് ഇനിയിപ്പോൾ അടുത്ത പാട്ട് നമുക്ക് ചെയ്യാന്ന് പറയുന്നു, അത് ചെയ്തു. അതിപ്പോൾ കൊള്ളാം, അത് ആരെ കൊണ്ട് പാടിക്കണം, ഇന്നയാളെ കൊണ്ട് പാടിക്കാം, ഓക്കെ അയാളെ കൊണ്ട് പാടിക്കുന്നു, ഓർക്കസ്ട്ര ചെയ്യുന്നു, അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞാൻ അറിയുന്നു നമ്മൾ ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് മറ്റൊരു മ്യൂസിക് കമ്പോസർ ഇതേ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് കളി വിട്ട? അല്ല, കളി വിട്ടോന്ന് വെച്ചാൽ അവസാനം അതിനകത്ത് ഒരു അഡ്വാൻസ് എന്നൊരു കമ്മിറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അവരത് പാട്ടിൽ ചോദിച്ചു CD-യിൽ ഇടാൻ, അത് ഞാൻ കൊടുത്തു വിട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില പക്ഷെ അത് അവർക്ക് നേരിട്ട് പറയുമോ അല്ല, അങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സിൽ എന്റെ പേര്, ട്രെയിലറിൽ എന്റെ പേര്, അപ്പൊ ഇതൊക്കെ എന്റെ തലയിലാവുകയും കൂടി ചെയ്യണം. നമ്മുടെ ഒരു ബാധ്യത ഇല്ലാത്തൊരു കാര്യം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നേനെ എന്നുള്ളൊരു സാധനമാണ്. കേരളത്തിൽ ആരെയൊക്കെ കണ്ടപ്പോഴാണ് എന്താണ് ഭയം തോന്നിയിട്ടുള്ളത്? ഇന്നലെ പോലും വഴിയിലൊരു പ്രസംഗം കേട്ടു. അതായത് നമ്മൾ നൂറ്റാണ്ടുകളോളം പഴക്കം ചെന്ന ഒരു ശൈലിയിലുള്ള പ്രസംഗം ഉണ്ടല്ലോ, അത് തന്നെ ഇന്നലെയും കേൾക്കുന്നു. അപ്പൊ ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇവരെന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഇവരാര് കേൾക്കാനാണ് പറയുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാലും കേൾക്കാനും ഇവിടെ ആളുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം. ബിജിപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനാണ് ബായ്, എന്തൊക്കെയാണ് 3 കാരണങ്ങൾ പറയും? ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാറില്ല, സംസാരിക്കുന്നതോട് പക്ഷെ ഏറെക്കുറെ ഫ്രാങ്ക് ആണ്. ഒരു വരുന്ന അവസരങ്ങൾ പാഴാക്കാറുമില്ല, അവസരങ്ങളെ തേടി പോകാറുമില്ല. ഞാൻ ഇങ്ങനെയാണ് ബായ്, ഇങ്ങനെയാണ് ബായ്. ക്ലബ് FM എന്റെ കൂടെ ഉണ്ട് മലയാള മ്യൂസിക് ഇൻഡസ്ട്രിയുടെ പുതിയ ബായ്. His name is ബിജി ബാൽ on സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. എനിക്ക് തോന്നുന്ന പാട്ട് പറയും, ബിജി ബാൽ ഇത് പാടണം. റെഡി? നോക്കാം. AK47 Part 2 ഹിയർ വി ഗോ. എന്റെ കൂടെ ഉണ്ട് മ്യൂസിക് ഡയറക്ടർ ബിജി ബാൽ. ഷൂട്ട്. നാടൻ പാട്ട്. പൊലിക പോലിക പൊലിക പോലിക പൊലിക
ഒരു പഴയ പാട്ട്. ഊഞ്ഞാല ഊഞ്ഞാല ഓമനക്കുട്ടന്നോലോലം കുളങ്ങരെ താമര വളയം കൊണ്ടൂഞ്ഞാല. ഒരു ഹിന്ദി പാട്ട്. ദിൽ ക്യാ കരെ ജബ് കിസി സേ കിസി കോ പ്യാർ ഹോ ജായേ. ഒരു തമിഴ് പാട്ട്. പൊയ് സൊല്ലക്കൂടാതെ കാതലി പൊയ് സൊന്നാലും നീയേ എൻ കാതലി. ഒരു ഇംഗ്ലീഷ് സോങ്. ഇംഗ്ലീഷ് പാടില്ല, പറയുള്ളൂ. മറ്റേ ശ്രീനിയേട്ടൻ മറ്റേ വടക്കും നോക്കിയന്ത്രത്തിൽ ഇന്നസെന്റ് പറയുന്നത് മട്ടോറുസി. അല്ല വേണ്ട വേണ്ട, നീ പാടുമെന്ന് പറഞ്ഞാ മതി, പാടരുതെന്ന് പറഞ്ഞ പോലെ. അതാണ് എന്റെ സ്വന്തം പാട്ട്. കഥയമമ കഥയമമ കഥകളതിസാദരം കഥകളതിസാദരം. പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾക്കഥ കഥകളാൽ നിപൃതമീ പ്രകൃതിയും. കഥയമമ 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 കഥകളതിസാദരം കഥകളതിസാദരം. കുറച്ച് പൊളിറ്റിക്കൽ സിനാരിയോ ഞാൻ പറയാം. ബിജിപാൽ എന്ന പൊളിറ്റീഷ്യൻ ആൻസർ പറയുക. മാവേലി ഒരു മുഖ്യമന്ത്രി ആര് ഭരിക്കണം? അത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം മാവേലി രാജാവാണ്. ഒരു രാജാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, കാരണം എന്നേക്കാൾ വലിയ ഒരാൾ സമൂഹത്തിൽ പാടില്ല, എന്നേക്കാൾ ചെറിയവനും പാടില്ല. അപ്പൊ രാജാവ് ഒരു വലിയവനല്ലേ. മുഖ്യമന്ത്രി എന്നുള്ളത് തിയററ്റിക്കലി എങ്കിലും നമ്മൾക്കൊപ്പമല്ല, അല്ലെങ്കിൽ നമ്മളുടെ മന്ത്രിയാണല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പോലും. പക്ഷെ അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് മന്ത്രി ഇരിക്കുന്നതിന് കസേര എന്നും രാജാവ് ഇരിക്കുന്നതിന് സിംഹാസനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആപ്പ് എന്നുള്ള ഒരു പുതിയ പാർട്ടി വരുന്നുണ്ട്, ആം ആദ്മി പാർട്ടി. അങ്ങനെ ഒരു പാർട്ടി വന്നാൽ ബിജിപാൽ ജോയിൻ ചെയ്യും? ചിലപ്പോ ആദ്യത്തെ ഒരു ശൂരത്വത്തിന് ചിലപ്പോൾ ജോയിൻ ചെയ്തേക്കും. കാരണം കോൺസെപ്റ്റേ, കാരണം കറക്റ്റീവായിട്ട് ആരെങ്കിലും വേണമല്ലോ. കാരണം ഇപ്പൊ ഇത് കറക്റ്റീവ് ആയിരിക്കും കറപ്റ്റീവ് ആയിരിക്കും അത് പറയാൻ പറ്റില്ല. ഇതൊരു പ്രിട്ടൻഷനാണ് ശരിക്കും. ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പ്രിട്ടൻഷനാണ്. അല്ലാതെ ഗാന്ധിജി പോലും ഇപ്പൊ ഉപ്പു സത്യാഗ്രഹമൊക്കെ ഒരു സിമ്പലാണല്ലോ. ഉപ്പു സത്യാഗ്രഹം ഉപ്പ് വാരി അദ്ദേഹം തിന്നുക, അതൊന്നുമല്ല. അത് ഒരു സിമ്പിൾസ് ആണ്. അപ്പൊ അതിലൂടെ ആണ് ആൾക്കാർ നിസ്സഹകരണം അല്ലെങ്കിൽ സഹകരണം എല്ലാം വെളിപ്പെടുന്നത്. അതുപോലെയാണ് ഇപ്പൊ കേജ്രിവാളോ അല്ലെങ്കിൽ മറ്റേ അദ്ദേഹമൊക്കെ ചെയ്യുന്നതും. ഒരു സിമ്പിൾസ് ആണ്. ഇത് ഇപ്പൊ നിരാഹാരം കിടക്കുന്നു, അയാള് അങ്ങേര് പട്ടിണി കിടന്ന് ചത്താൽ ഇവിടെ എന്താണെന്ന് ചിന്തിച്ചാൽ തീർന്നു. പക്ഷെ അവിടെ പ്രശ്നങ്ങളുണ്ടായി അല്ലേ. അടുത്തത് അണ്ണാ ഹസാരെ. 2012 തുടങ്ങുമ്പോൾ ഈ പേരായിരുന്നു കേട്ടിരുന്നത്. 2012 അവസാനിക്കുമ്പോൾ കെജ്രിവാൾ എന്നുള്ള പേരാ കേൾക്കണേ. ശരിക്കും പറഞ്ഞാൽ അണ്ണാ ഹസാരെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിന്നിടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അതൊരു മൊണോട്ടണി അടിച്ചു. ഇപ്പം ആളുകൾക്ക് ഇതൊന്നും കുറച്ച് നാളിൽ കൂടുതലൊന്നും ഇത് എന്റർടൈനിങ് അല്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അണ്ണാ ഹസാരെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നു. ഇയാളെന്തിനാ ഇങ്ങനെ ഇരിക്കണേ, വേറെ ആരെങ്കിലും ഇറക്കിക്കൂടെ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ടിവിയിലൊരു ന്യൂസിലെ അത്ഭുതപ്പെട്ടു പോയി. അതായത് താജിന്റെ ആക്രമണം നടക്കുമ്പോഴത്തേക്കും പട്ടാളക്കാര് തോക്കുമായിട്ട് മണിക്കൂറുകളോളം അതിന്റെ പ്രദേശത്ത് കാവല് നിൽക്കണത്, ഉരുണ്ടും കിടന്നും ഇരുന്നൊക്കെ. അപ്പൊ ന്യൂസിൽ പറയാണ് ഒരു സ്ത്രീ, അവിടെ റിപ്പോർട്ടറോട് പറയാണ്, അതായത് ഇനി എത്ര മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കും, വളരെ വിരസമായിട്ടുള്ള 30 മണിക്കൂറുകളാണ് നമ്മൾ കഴിഞ്ഞത്, പട്ടാളക്കാർ ഒന്നും ചെയ്യുന്നില്ല, ഇനി എത്ര നേരം കൂടി ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന്. തീർച്ചയായിട്ടും ഞാൻ വിരസമായ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പൊ 32 മണിക്കൂർ ഇവര് കിടന്നത് വിരസതയാണ്. ഈ എന്റർടൈനിങ് ആകുന്നില്ല. അതൊക്കെയാണ് ഇപ്പൊ എന്താണ് ഭായി എന്ന് പറയുന്ന കാര്യം 1.5 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം ആളുകൾ കണ്ടത്. അതിനകത്ത് എന്റർടൈനിങ് ആണ്, നമ്മളൊരു ഹൈലി എന്റർടൈനിങ് ആണ് എന്താണ് ഭായി. അപ്പൊ അതിന് കുറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഒരു പക്ഷേ അതിന്റെ സ്വീകാര്യത കുറയും. You are rocking, sir. Bijibal is really rocking. He is not just a music director, he is a very good politician as well. എന്റെ കൂടെ ഉണ്ട് മ്യൂസിക് കമ്പോസർ ബിജിബാൽ on Club FM Star Jam. ടൺ കണക്കിന് ഫൺ.